ജോസി, ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് പേഴ്സണലായിട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് അത് സമൂഹത്തിന് ഒന്നും ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു നിലയിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞു പോയ ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ ശരിക്കും ബോച്ചെ പറഞ്ഞത് രണ്ടർത്ഥത്തിലെടുക്കാം. ഒരു ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നുണ്ട്. ശരിക്കും എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ്, നിങ്ങൾ 7 വർഷമായിട്ട് ഒരു ഫീൽഡിലുണ്ട്, അതുപോലെ തന്നെ ട്രെയിനറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അതിനെങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഞാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ഈ ഒരു വിഷയം ഞാനും കുറേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ് ഹണി റോസും ബോച്ചയൊക്കെ ആയിട്ട്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോച്ചെ എന്നൊരു വ്യക്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ആളെന്തോ ആയിക്കോട്ടെ, ആളെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്, അതന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ നമുക്കൊക്കെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? സമൂഹം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളെ സന്തോഷത്തിനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബോച്ചെ എന്നൊരു വ്യക്തി എല്ലാ സ്ഥലത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഓപ്പൺ ആയിട്ട് ഡാൻസ് കളിക്കണം, സംസാരിക്കും. ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കുന്തി ദേവിനെ പോലെ തോന്നുന്നുണ്ട് എന്നാണ് ഹണി റോസിന്റെ അടുത്ത് പറഞ്ഞത്. അതിലെന്താണ് ഒരു തെറ്റ്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതിൽ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. ഞാന് ഇപ്പൊ ഓരോ ആളുകളെ ചിന്താ രീതിയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോ കുന്തി ദേവിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും ഒരു കുന്തി ദേവി ആയിട്ട് തന്നെ തോന്നിയത്. കാരണം മുടിയൊക്കെ ആ ഒരു മേലേക്ക് കെട്ടി ആ ഒരു കാവി ഡ്രസ്സൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ളത് ആ ഒരു പിക്ചറാണ്. അതല്ലാതെ അതിനൊരു വേറൊരു നെഗറ്റീവ് ആയിട്ടൊന്നും കയറിയിട്ടില്ല. പിന്നെ ബോച്ചെ പൊതുവേ അതിന് എന്താ പറയുക, ഒരു ഡബിൾ മീനിങ് വെക്കണം. അത് ആ മീനിങ്ങിൽ എടുക്കുന്ന ആൾക്കാർക്ക് അത് എടുക്കുക, അല്ലാത്ത ആളുകൾക്ക്. പക്ഷേ ബോച്ചെ അത് കേട്ടിട്ടും വേറെ 2 വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് 2 വീഡിയോസിൽ വന്നിട്ട് അധികം ഒന്നും കൂടി ഒരു മോശമായിട്ട് രീതിയിൽ സംസാരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഒന്നും കൂടി ഇതിനൊരു റീസൺ ആയിട്ട്. പക്ഷെ ഞാനും പറഞ്ഞല്ലോ, പല വീഡിയോസുകളും ഞാനും ഒരുപാട് വ്യക്തികളെ കാണലുണ്ട്. ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മളടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഡബിൾ മീനിങ് വെച്ചിട്ട് പറയും. പക്ഷെ നമ്മൾ അതിനെ ആ രീതിയിൽ എടുത്തിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ മതി. ഇപ്പൊ ആ രണ്ടാമത് വരുന്ന നെഗറ്റീവ് മീനിങ് നമ്മൾ എടുക്കണ്ട. അതിനൊരു പോസിറ്റീവ് മീനിങ് ഉണ്ട്, ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അതിൽ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഞാൻ അതിനെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ ആ നെഗറ്റീവ് മീനിങ്ങിലാണ് എല്ലാവരും എടുത്തിട്ട് ഇത് അങ്ങനെയാണ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് പ്രശ്നം. പക്ഷെ ബോച്ചേനെ ഒരു ജയിലിൽ കയറ്റാൻ മാത്രം ഉള്ളൊരു പ്രശ്നമൊന്നും ഇത് തോന്നിയിട്ടില്ല. സത്യത്തിൽ എനിക്കതൊരു മോശമായിട്ടാണ് തോന്നിയത് പേഴ്സണലി. ഇനി അവിടെ വേറെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ള അറിയില്ല. പക്ഷെ ഒരു കുന്തി ദേവിനെ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബോച്ചെ എന്ന് പറഞ്ഞ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരാളെ കൂടുതലായിട്ട് എടുത്തു കാണിക്കുമ്പോഴും പറയുമ്പോഴും ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ബോച്ചെ എന്നൊരു വ്യക്തിക്ക് ക്യാഷുകാരനെന്നോ പാവപ്പെട്ടൊന്നും ഇല്ലാതെ ഞാൻ ഇപ്പോൾ കേരളത്തിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ട് തോന്നിയൊരു വ്യക്തി തന്നെയാണ്. അയാൾ പേഴ്സണലി എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ എല്ലാവരുടെ ജീവിതം തികഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും ആരാണ് അതിൽ കുറവുണ്ടാവുക? എല്ലാരും ഉള്ളിൽ കൂടെ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. അയാൾ ഓപ്പൺ ആയിട്ട് പറയണ്ട. അതാണ് എനിക്ക് അയാളോടുള്ള ഒരു റെസ്പെക്ട്. അയാൾ എല്ലാ കാര്യങ്ങളും അയാൾ ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ നമ്മളെ തെറ്റുകൾ നമ്മൾ ആരെങ്കിലും വിളിച്ച് പറയോ? നമ്മൾ മറ്റുള്ള ഇതുപോലെ ഈ ഇപ്പൊ ബോച്ചേനെ കുറ്റപ്പെടുത്തിയ എല്ലാരും ചെയ്യുന്നുണ്ടാവും, ഉള്ളിൽ കൂടെ ഓരോന്ന് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കാർക്കും അത് പറയാനുള്ളതായിട്ടില്ല. പക്ഷെ ബോച്ചെ ധൈര്യമായിട്ട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ അതിനൊക്കെ അതിന്റെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ആളങ്ങനെയാണ്. പിന്നെ ഹണി റോസ് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഞാൻ ഹണി റോസിനെ ഒരിക്കലും കുറ്റം പറയില്ല. വേഷവിധാനത്തിനൊന്നും കുറ്റം, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അവരെ ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു പരിധി വരെ നമ്മളാണെങ്കിലും ഈ പറഞ്ഞ നിങ്ങളാണെങ്കിലും ഹണി റോസ് എന്നൊരു വ്യക്തിനെ എങ്ങനെയാണ് കാണുന്നത് പറയാൻ പറ്റും എല്ലാവർക്കും. അങ്ങനെയല്ല എന്നുള്ളത് ഹണി റോസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ നമ്മളെ വസ്ത്രം നമ്മളെങ്ങനെയാണോ സമൂഹത്തിൽ ഇറങ്ങി അതിനനുസരിച്ചിട്ട് ആളുകൾ നമ്മളെ കാണുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു മോഡേൺ ഡ്രസ്സ്
ഫുള്ള് നമ്മളെ ബോഡിയൊക്കെ കാണിക്കുന്ന ഒരു രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഞാൻ പിന്നെ ആ സമൂഹത്തിലുള്ള ആളുകൾ അത് ഇന്നെ ട്രോളിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? പക്ഷെ അനീറോസ് എന്നുള്ളത് ഈ ഒരു ബോച്ചയുടെ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ പോവുണ്ട്. അതുപോലെ ഓക്കെ, പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇത്തരം പോണുണ്ട്. പരാമർശങ്ങളൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ബോച്ചയുടെ അത് സൈഡിൽ അത് നിന്ന് ഞാൻ മാത്രമാണുള്ളത്. ചോദിക്കട്ടെ, അത് പറയാൻ പറ്റുമോ? ഹണി റോസിനെ ഇതുപോലെ പല രീതിയിൽ ആളുകൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വീഡിയോ പറ്റുമോ? പബ്ലിക് ആയിട്ട് വന്നിട്ടില്ലല്ലോ. പബ്ലിക്കായിട്ട് വന്നിട്ടില്ലെങ്കിലും അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പല രീതിയിലും പറയുന്നുണ്ട് ആളുകൾ. പക്ഷെ അത് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അണിറോസിന് അത് പ്രശ്നമില്ല. അണിറോസ് ആ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത് അണിറോസിന് അത് കംഫർട്ടാണ്. പക്ഷെ ആളുകൾ അങ്ങനെ പറഞ്ഞാലും അണിറോസിന് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മളൊരു സമൂഹത്തിൽ ചെന്നിട്ട് എൻ്റെ ഒരു ഡ്രസ്സിങ് രീതി കണ്ടിട്ട് അതിനെ ട്രോളാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. ട്രോളാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോകണം. മാന്യമായിട്ട് ഞാനൊരു സമൂഹത്തിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നിന്ന് എന്നെ ട്രോളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണില്ല, ന്യായമുണ്ട്. അതല്ലാതെ ഞാൻ ഈ ഒരു രീതിയിൽ ഡ്രസ്സ് ആർക്കും എങ്ങനെ ധരിക്കുക, അതിനൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അല്ലെങ്കിൽ ട്രോളുമ്പോൾ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇവരെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കൂടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ല.